സിബിക്ക് ഒരു വലിയ ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റൈറ്റേഴ്സിന്റെ വെച്ചാൽ സ്ട്രോങ് റൈറ്റേഴ്സിന്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ എന്നെക്കാളും കൂടുതൽ ആ ഒരു ബാക്കപ്പ് കിട്ടിയിട്ടുള്ള ഒരു മികച്ച തിരക്കഥകൾ കിട്ടിയിട്ടുള്ള സംവിധായകൻ. ഇപ്പൊ എല്ലാ പടത്തിനും നമുക്ക് ഇടുന്ന എഫേർട്സ് ഒന്ന് തന്നെയാണ്, പക്ഷെ ചില പടങ്ങളിൽ അത് മാജിക്കായിട്ട് വർക്കായിട്ടുണ്ട്. സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള സംഗീത കലാകാരന്മാർക്കും ഏറ്റവും താല്പര്യമുള്ള ഒരു സംവിധായകനാണ്. കാരണം സംഗീത പ്രാധാന്യമുള്ള പടങ്ങൾ എടുത്തതിൽ എനിക്ക് തോന്നുന്നത് നമ്പർ 1 എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സാറ് ഈ പറയുന്ന പോലെ സീൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരു ഇതില് അത്ര മതിയാവും, അത് ആക്ച്വലി കൺവേ ആവും എന്നുള്ളത് എനിക്ക് സാറിന്റെ സ്കൂളിൽ നിന്നാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസും ആയിരുന്നു, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ മറ്റേ ഞാനെന്താ അവസരം ചോദിക്കും ഇപ്പൊ ഒരു ക്ലോസ് ഇല്ല, ക്ലോസ് ഇല്ല, ഏതാ പറയും. ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും പ്രോപ്പറായിട്ട് വശമില്ലാത്ത എന്നെ നായികയായിട്ട് കാസ്റ്റ് ചെയ്യുകയും ആ ഒരു വൃത്തികേട് എന്ന് വെച്ചാൽ ആ ഒരു എന്തായാലും അതിന്റെ ഒരു മോഡേൺ അതൊന്നും വരില്ല, പക്ഷെ അത് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഓഡിയൻസിന് അത് തോന്നിപ്പിക്കാത്തില്ല. അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ 15 വയസ്സിൽ എനിക്ക് എന്ത് ബോധ്യമുണ്ട്, ചെയ്തെടുപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. നമ്മളൊക്കെ വയലൻസ് ആണ്, കൊച്ചി മോളൊക്കെ ഉണ്ട്, പക്ഷെ സിബിയെ പോലെ ഇത്രയും കൂടായിട്ടുണ്ട്. ആ കൂടായിട്ടുള്ള മനുഷ്യൻ കിരീടവും ചെയ്തിട്ടുണ്ട്, സതയവും ചെയ്തിട്ടുണ്ട്, അപ്പുറത്തെ കമലദളവും ചെയ്തിട്ടുണ്ട്. തനിയാവർത്തനം കണ്ടിട്ട് അദ്ദേഹത്തിന് ഞാൻ വെറുത്തു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലൈമാക്സില് കൊന്നപ്പോ സത്യത്തെ നമുക്കറിയാം അദ്ദേഹം സംവിധായകനാണ്, ഇത് വെറും അഭിനയമാണ്, അറിയാം. പക്ഷെ എങ്കിലും തനിയാവർത്തനം കണ്ടിട്ട് ഒരു സംവിധായകനെ വെറുക്കുന്നത് ആദ്യമായിട്ടാണ്. മുത്തച്ഛൻ ടാങ്ക് ഓടിച്ചിട്ടുണ്ടോ? ടാങ്ക് ഓടിച്ചിട്ടുണ്ടോന്നോ? മുത്തച്ഛനായിരുന്നു ടാങ്ക് ബറ്റാലിയന്റെ ക്യാപ്റ്റൻ. പീനട്ട് ബട്ടറാ, ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. കൊളസ്ട്രോളോ ട്രാൻസ്ഫാറ്റോ ഇല്ലാത്ത പീനട്ട് ബട്ടർ ഇപ്പോൾ 3 കിടിലൻ രുചികളിൽ. ഹാപ്പി പീനട്ട് ബട്ടർ. നല്ല ഭാവിക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. അത് വിദേശത്തു നിന്നാണെങ്കിൽ പിന്നെ ലോകം നിങ്ങളെ തേടിയെത്തും. 30 വർഷത്തിലേറെയായി ഈ ലക്ഷ്യം നിറവേറ്റാൻ ഒപ്പമുണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. നമസ്കാരം. നല്ലൊരു സായനാണ്. മീൻസ് 40 വർഷത്തെ സിബി സാറിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സിബി സാറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു ഹാപ്പി മൊമെന്റ് എന്താണ്? ഇതിന് ഏറ്റവും വലിയ ഹാപ്പി മുഹൂർത്തമാണ്. കാരണം 40 വർഷം സംവിധാന രംഗത്ത് എനിക്ക് തോന്നുന്ന ഒരു 10-47 വർഷത്തെ അടുപ്പുണ്ട്. ഏകദേശം ഒരേ കാലത്ത് സിനിമയിൽ വന്ന ആൾക്കാരാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരേ കാലത്ത് വന്ന ആൾക്കാരാണ്. അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ്. പിന്നീട് സിനിമ തുടങ്ങിയപ്പോൾ സിബി ഇപ്പൊ 40 വർഷമായി, ഞാൻ 39 വർഷമായി. ഒരു വർഷം ജൂനിയറാണ് ഞാൻ. അപ്പോൾ അത് വലിയ സന്തോഷം. ഒരേ സമയത്ത് ഒരേ ടൈപ്പ് സിനിമകൾ ചെയ്യുന്നു. ഞങ്ങള് തമ്മിൽ വ്യക്തിപരമായിട്ടും വലിയ സൗഹൃദമുണ്ട്. അത് നമുക്കറിയാം, സിനിമാ രംഗത്തുള്ള ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ആക്ടേഴ്സ് ആയാലും ശരി, ഡയറക്ടേഴ്സ് ആയാലും ഒക്കെ ശരി. പക്ഷെ സിബി ആയിട്ട് ഒരു പ്രത്യേക സൗഹൃദമുണ്ട്. അത് ഫാമിലി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ്. ഏറ്റവും വലിയ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് സിനിമകൾ കാണുന്നു, ഒരുമിച്ച് സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ എല്ലാ രീതിയിലും സൗഹൃദം. എന്നും സിബിയുടെ സിനിമ എന്താ പറയുക, വളരെ സന്തോഷത്തോടുകൂടി വളരെ എക്സൈറ്റ്മെന്റോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. അത്രയും മനോഹരമായ സിനിമകളാണ് സിബി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആ ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷം. അത് സിബിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം കരയിപ്പിക്കുമ്പോഴും ഹൃദയത്തിൽ തട്ടി കരയിപ്പിക്കാന്നുള്ള വലിയ കാര്യമാണ്. എന്റെയും സിനിമകളിൽ ഒരുപാട് കരയുന്ന സിനിമകൾ ഞാനും ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇപ്പൊ ഈ ഞങ്ങളുടെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കരയുന്ന സിനിമകൾ ചെയ്തിട്ടുള്ളത് ഞാനും സിബി തന്നെ ആയിരുന്നു. അതേസമയം ചിരിക്കുന്ന സിനിമകളും ചെയ്യുന്ന റൊമാൻറ്റിക് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോണറിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സിബിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. സാറിന് അതേ ടൈപ്പ്, സാർ നേരത്തെ പറഞ്ഞ പോലെ അതേ ടൈമിലാണ് സിബി സാറും ഇൻഡസ്ട്രിയിൽ പടം ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറിലുള്ള സിനിമകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പൊ സമ്മർ ഇൻ ബദലയെ ചെയ്യുമ്പോൾ തന്നെ അടുത്ത സിനിമകൾ വരുന്നു. ശരിക്കും സാർ കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടല്ലോ.
അപ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ജനറേഷനിൽ ഇപ്പോൾ സത്യൻ, സിബി, കമൽ എന്ന് പറഞ്ഞിട്ടൊരു കോംബോ ലൈനിലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സിനിമയിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോറീസ് ഉണ്ടാവും എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ സിബിക്ക് ഒരു വലിയ ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റൈറ്റേഴ്സിൻ്റെ വെച്ചാൽ സ്ട്രോങ് റൈറ്റേഴ്സിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എന്നെക്കാളും കൂടുതൽ ആ ഒരു ബാക്കപ്പ് കിട്ടിയിട്ടുള്ള ഒരു മികച്ച തിരക്കഥകൾ കിട്ടിയിട്ടുള്ള സംവിധായകനാണ്. അതിൻ്റെയും കൂടി പക്ഷേ ആ തിരക്കഥകളെ കയ്യൊതുക്കത്തോടുകൂടി ചെയ്യാനും അതിനേക്കാളും തിരക്കഥാകൃത്ത് എന്താണ് വിചാരിച്ചത് അതിനേക്കാളും മനോഹരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാനും കഴിയാന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ മികച്ച കഥാപാത്രങ്ങൾ സിബിയുടെ സിനിമയിലൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മള് സാറ് ഔദ്യോഗികമായ ഭാഗത്ത് ഇരുന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇതുപോലെയുള്ള നമ്മുടെ ലെജൻസിനെ ഓർമ്മപ്പെടുത്താൻ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് പ്രതീക്ഷിക്കാമോ ഇനി വരുന്ന നാളുകൾ? സാംസ്കാരിക വകുപ്പ് ചെയ്യാറുണ്ട്, അവരുടേതായ രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ അതിനും ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കാരണം സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ സിനിമയിലുള്ളത് മാത്രമല്ലല്ലോ. അപ്പോൾ സിനിമയുടെ ഇതാണ് ചലച്ചിത്ര അക്കാദമിയെങ്കിലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ചെയ്യാറുണ്ട്, ആദരിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 40 വർഷം എന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ല, പക്ഷെ അവാർഡുകളും കാര്യങ്ങളും എല്ലാം കിട്ടിയാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു സിനിമ പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരെ നമ്മൾ ആദരിക്കാറുണ്ടായിരുന്നു അക്കാദമി. ഒരു മനസ്സിൽ ഓർമ്മ വരുന്ന സിനിമ ഏതാണ്? ഒരു സിനിമ പറയാൻ പറഞ്ഞു. കുറെ സിനിമകളുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ സിബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സതയെ തന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമ. Sir, shall we talk in Malayalam? Anything okay? ഇല്ല സർ, 40 വർഷത്തെ ലെഗസി നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് സിബി സാറിന്റെ. വി നോ യു ഹാവ് ഡൺ സോ മച്ച് ബെസ്റ്റ് സോങ്സ് ഓഫ് us. സോ സാറിന് സിബി സാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മെമ്മറി എന്താണ്? എന്റെ ആദ്യത്തെ അവരുടെ അസോസിയേഷൻ പ്രണയവർണ്ണങ്ങൾ, അതിന്റെ കമ്പോസിംഗ് ആണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അതും ആദ്യത്തെ മുതൽ പാട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്തത് ആരോ വിരൽ നീ. See, this is such a beautiful, എന്താ പറയുക, ഈ പരിപാടി ഇങ്ങനെ ചെയ്യുന്നത്, this should become, എല്ലാവരും ഇത് ഫോളോ ചെയ്യണം. സി, നമ്മുടെ പ്രതിഭകളെ, എല്ലാ മേഖലയിലും ഉള്ള പ്രതിഭകളെ, I think you need to celebrate them when they are alive, when they are hale and healthy, not after they go. You ഓർമ്മ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. I think this will be a start point. So ഇനി വരുന്ന generation ഒക്കെ നമ്മുടെ, see, they are all seniors, right? So you celebrate them, you make them feel happy. I mean, that is how you show your gratitude towards. ആരുടെ വർക്കിംഗ് പാറ്റേൺ? അല്ല, it is very similar to working with Lal Jose. It is very similar. അവരൊന്നും പറയാറില്ല. അവർ നമുക്ക് കമ്പോസ് ചെയ്യുമ്പോൾ അവർ ബുക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ വിളിച്ച് പറയണം, സാർ പാട്ട് കഴിഞ്ഞു, ഇതാണ് പാട്ട്, കേട്ടിട്ട് ഓക്കെ. ഇപ്പോഴത്തെ ജനറേഷന് നമ്മുടെ ദേവദൂതം സോങ്സ് എടുത്തിട്ട് ആഘോഷിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സായിട്ട് ഇപ്പോഴും ആ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനിൽ പോലും അവർ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡിസ്റ്റൻസ് മ്യൂസിക്സ്. സാറെപ്പോഴും പറഞ്ഞത് അതൊരു ഡിവൈൻ ആയിരുന്നു, അത് ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല എന്നുള്ളത്. ഇപ്പൊ പറയുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് സോങ്സ് ആണ്. ആ ഒരു മ്യൂസിക്, ആ ഒരു സാറ് എന്താ ശരിക്കും അതിന്റെ ഒരു മാജിക് ഉണ്ടായത്? അവന് ചോദിക്കണം, എന്നല്ല ചോദിക്കേണ്ടത്, തന്നത് എന്താണ്? So I think the magic was supposed to happen, it happened. That's all. It is, എല്ലാ പടത്തിനും നമുക്ക് ഇടുന്ന എഫേർട്സ് ഒന്ന് തന്നെയാണ്, പക്ഷേ ചില പടങ്ങളിൽ അത് മാജിക്കായിട്ട് വർക്കായിട്ടുണ്ട്. ആൻഡ് ഈശ്വരന്റെ അനുഗ്രഹം, ഞാൻ ചെയ്ത എല്ലാ മലയാള പടങ്ങളും അതുപോലെ ആയത്, അത് എനിക്ക് ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പൊ മലയാളികൾ വീണ്ടും സാറിനെ കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ തവണ കൺസേർട്ട് നടത്തിയിരുന്നു, വീണ്ടും സാറിനെ ഓർത്തെടുക്കുകയാണ് മലയാളി ഈ ജനറേഷൻ. വാട്ട് യു ഫീൽ? എന്താണ് ശരിക്കും ഇപ്പൊ തോന്നുന്നത്? വീണ്ടും ഓർത്തെടുക്കാൻ ഞാൻ എന്നെ മറന്നുപോയോ? അപ്പൊ no, see, there is nothing like old songs and new songs. അപ്പൊ ഈ when this generation is still celebrating my songs, they are still new songs. Okay, അത് ഈ ജനറേഷനോട് നിൽക്കാതെ അടുത്ത ജനറേഷനിലും ശരി. സാർ, ഒരുപാട് സന്തോഷം ഈ ഒരു നിമിഷം സാറിനെ ഇവിടെ കാണാൻ സാധിച്ചതിൽ. തീർച്ചയായിട്ടും എനിക്കും വളരെ സന്തോഷമുണ്ട്.
നമ്മുടെ പ്രിയങ്കരനായ സിബിയെ കുറിച്ച് ഇനി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. നമുക്ക് നാട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്നീഷ്യൻസിന് എല്ലാവർക്കും വളരെ 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 വേണ്ടപ്പെട്ട ഒരു സംവിധായകനാണ്. പിന്നെ സിബിയെ കുറിച്ചിട്ട് സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള സംഗീത കലാകാരന്മാർക്കും ഏറ്റവും താല്പര്യമുള്ള ഒരു സംവിധായകനാണ്. കാരണം സംഗീത പ്രാധാന്യമുള്ള പടങ്ങൾ എടുത്തതിൽ എനിക്ക് തോന്നുന്നത് നമ്പർ 1 എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിനുശേഷമേ ഉള്ളൂ ബാക്കിയാരും. കാരണം സംഗീതത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ള പടങ്ങളാണ് അദ്ദേഹം എടുത്തതെല്ലാം. അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അതിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ആദരം നൽകുന്ന സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് മാത്രമല്ല, സിബിയുടെ 40 വർഷത്തെ യാത്രയിൽ ഫസ്റ്റ് പടം തൊട്ട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ പടം ചെയ്ത് വളരെ വൈകിയാണ്. പിന്നീട് എനിക്ക് തോന്നുന്നത് 88-ലല്ല 89-ലോ ഒക്കെ ശേഷം 90-ലൊക്കെയാണ് പടം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്, ഞാനൊരു വയലിനിസ്റ്റായിട്ട് അദ്ദേഹത്തിന്റെ പടത്തിന്റെ റീ റെക്കോർഡിങ്ങിൽ ഞാൻ പ്രവർത്തിച്ചു. ഞാൻ അപ്പോൾ ഒരു പടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കാതോട് കാതോരം. പക്ഷെ ആ കാതോട് കാതോരം പടമൊക്കെ റിലീസായതിനു ശേഷമാണ് സിബി പടം ചെയ്തത്. അങ്ങനെ പടത്തിന്റെ അപ്പൊ എന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അന്ന് റെക്കോർഡിങ് സമയത്ത്. ഞാൻ ശ്യാംജിയുടെ വയലിനിസ്റ്റായിട്ട് ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ വയലിൻ വായിച്ചു. ഞാൻ ഈ പടം കാണുന്നുണ്ടല്ലോ, പടം എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. അന്നേ വളരെ വ്യത്യസ്തമായ, അതുവരെയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേക അപ്രോച്ച്. അപ്പൊ ഞാനിത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. ആ അഭിപ്രായം പറഞ്ഞൊക്കെ ഇപ്പൊ ഓർമ്മ വരികയാണ്. അപ്പൊ എല്ലാം ആശംസകളും നേരുന്നു സിബിക്ക്. സിബി സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറിന്റെ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാ? ഈ സിബിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ വരും. എന്റെ പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ല, രാപ്പാടി കഴിഞ്ഞു എന്നുള്ളൊരു പാട്ട് മതി. ആരൊറ്റ പാട്ട് മതി ഏറ്റവും കൂടുതൽ ഇമോഷണലി ഇത്രയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് ചെയ്തിട്ടുള്ള പടവും പാട്ടവും വേറെ. അടുത്ത കാലത്ത് സമീപകാലത്ത് അത്രമാത്രം ഹൃദയം സ്പർശിച്ച ഒരു പാട്ടാണ് എന്റെയും കേൾവിക്കാരുടെയും. നമ്മളിവിടെ ഒരു ഹാപ്പി മൊമെന്റ്സ് പങ്കുവെക്കുന്നത്. അപ്പോ സിബി സാറുമായിട്ടുള്ള ഓർമ്മയിലെ ഒരു നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് ചോദിച്ചാൽ എന്ത് പറയും? സാറുമായിട്ടുള്ള ഓർമ്മയില് ഇപ്പം യൂഷ്വലി സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഷോർട്സ് എടുക്കുമല്ലോ. നമ്മൾ എല്ലാ ആംഗിളിൽ നിന്നുള്ള ഷോർട്സ് എടുക്കും. കുറേ ഷോട്ടുകളുള്ള സിനിമകളിലാണ് ഇപ്പം നമ്മൾ യൂഷ്വലി അഭിനയിച്ച് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്ത് ഒരുപാട് ഷോട്ടുകൾ ഇങ്ങനെ ഒരു സീനിനാണെങ്കിൽ കുറേ ഷോട്ടുകൾ എടുക്കുന്നിടത്തുനിന്നാണ് ഞാൻ കൊത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പം ചില സീനുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഈ സമയത്ത് ഒക്കെ നമുക്കിപ്പോഴും ഒരു ക്ലോസപ്പ് ഷോട്ട് വരും. അപ്പം ക്ലോസപ്പ് വരുമ്പോൾ അഭിനയിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ വൈഡിലൊക്കെ അഭിനയിക്കാൻ നിൽക്കും. ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ നിൽക്കും. അപ്പം നിന്ന് ചിലപ്പോൾ വൈഡിൽ തന്നെ മൊത്തം സീൻ എടുത്തിട്ട് പോകും. അപ്പം ആദ്യം എനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പം ഞാനതിങ്ങനെ വെക്കാനില്ലേ ഷോട്ട് എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് റോഷന്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കൊത്ത് ചെയ്ത സമയത്ത്. ആസിക്ക് ഓൾറെഡി സിനിമ ചെയ്തിട്ടുണ്ടോ, ആസിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ റോഷന്റെ അടുത്ത് ഇങ്ങനെ ഒരു അപ്പൊ റോഷൻ പറഞ്ഞ ഉണ്ട് എനിക്ക് ഇതേപോലെ ഞാൻ ക്ലോസ് വരുന്ന നമ്മൾ പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇനഫ് ഷോട്ടുകളില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയാണല്ലോ, ഇനഫ് ഷോട്ടുകളില്ല, ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഈ പറയുന്ന പോലെ സീൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരു ഇതില് അത്ര മതിയാവും, അത് ആക്ച്വലി കൺവേ ആവും എന്നുള്ളത് എനിക്ക് സാറിൻ്റെ സ്കൂളിൽ നിന്നാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസും ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ മറ്റേ ഞാനെന്താ അവസരം ചോദിക്കും ഇപ്പോൾ ഒരു ക്ലോസ് സാർ ഇല്ല, ക്ലോസ് ഇല്ല, വീട്ടിൽ ഏതാ പറയും. അപ്പോൾ അങ്ങനെ നൈറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഫുൾ നൈറ്റ് പോകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാർ ഒരു 9:30-10 മണിയൊക്കെയാണ് സാറിന്റെ മാക്സിമം നൈറ്റ് ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു എനിക്ക് കൊത്ത് ചെയ്തപ്പോണ്ടായിരുന്നത്. അതെ, വേറെ നമ്മൾ യൂഷ്വലി ഇപ്പൊ ചെയ്യുന്ന സിനിമകളിൽ നിന്ന് ഇവരുടെ ഒരു മേക്കിംഗ് പാറ്റേൺ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കൊത്ത് മാറ്റി നിർത്തിയാൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ്? എനിക്ക് കുറെ സിനിമകളുണ്ട്. നമുക്കൊരു ഇഷ്ടം അല്ലെങ്കിൽ സമ്മർ ഇൻ ബത്ലഹേം ഇഷ്ടമാണ്, കിരീടം ഇഷ്ടമാണ്, സതയം ഇഷ്ടമാണ്, തനിയാവർത്തനം. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ഒരുപാട് ആൾക്കാർ പറയുന്നത് പിന്നെയും റീവാച്ച് അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമകളാണ്.
ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്. ഹിസൈന സത്തുള്ള ഒക്കെ ഇഷ്ടമുള്ള സിനിമകളാണ്. ചേച്ചി അവിടെ സിബി അങ്കിളിന്റെ കാര്യം വന്നിട്ട് ഇമോഷണൽ ആവുന്നത് ഞാൻ കണ്ടു. എനിക്കിപ്പോ ചോദിക്കാറുള്ള ചേച്ചിക്ക് സിബി സാറുമായിട്ടുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഹാപ്പിയസ്റ്റ് എന്നെ സിനിമയിൽ എടുത്തു എന്ന് പറയുന്നത് എൽദോനെ സിനിമയിൽ എടുത്ത പോലെ എന്നെ സിനിമയിൽ എടുത്താണ് എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതാണ്. കാരണം എനിക്ക് തോന്നുന്നു ശരാശരി മലയാളി എല്ലാ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ആഗ്രഹം തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന അന്ന് ആഗ്രഹിക്കും 10ാം ക്ലാസ്. അപ്പോ അന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ബോധ്യം ഉണ്ടല്ലോ, നമ്മള് നായികയാവാനെന്നുള്ള സ്റ്റഫ് ഇല്ലാതെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമുക്ക് തന്നെ ഉണ്ട്. ആരും നമ്മളങ്ങനെ ഭയങ്കര സുന്ദരി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ വിധി അങ്ങനെ ആയതുകൊണ്ട് ഒരു അമേരിക്കൻ റിട്ടേൺ ഗേൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് പോലും മുതുകുളത്ത്, ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും പ്രോപ്പറായിട്ട് വശമില്ലാത്ത എന്നെ നായികയായിട്ട് കാസ്റ്റ് ചെയ്യുകയും ആ ഒരു വൃത്തികേട് എന്ന് വെച്ചാൽ ആ ഒരു എന്തായാലും അതിന്റെ ഒരു മോഡേൺ അതൊന്നും വരില്ല. പക്ഷെ അത് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഓഡിയൻസിന് അത് തോന്നിപ്പിക്കാത്തില്ല. അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ 15 വയസ്സിൽ എനിക്ക് എന്ത് ബോധ്യമുണ്ട്, ചെയ്തെടുപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള മൊമെന്റ് യു ആർ സെലക്ടഡ്. ഒന്ന് പറയാൻ പറ്റുമോ? ഒരു സിബി അങ്കിളുടെ ഒരു സിനിമ പറയാൻ പറ്റുമോ? പറ്റത്തേയില്ല. ഭരതം, ഹിസൈന സബ്ദുള്ള, ആകാശദൂതൊക്കെ ഞാനൊരു 50-60 പ്രാവശ്യമെങ്കിലും കണ്ട സിനിമ. കാരണം വീട്ടിൽ കാസറ്റ് ഉണ്ടായിരുന്ന സിനിമകളിൽ പെട്ട വടക്കൻ വീരഗാഥ, തേന്മാവിൻ കൊമ്പത്ത്, ആകാശദൂത്. അപ്പോ അത് ഒക്കെ എന്താ പറയാ, ഏത് സിനിമയാ എനിക്ക് 1-2 പേരായിട്ടൊന്നും പറയാനേ പറ്റില്ല. എല്ലാ സിനിമകളും എന്റെ ഫേവറേറ്റ് ആണെന്ന് വേണം പറയാം. ഈവൻ എല്ലാ സിനിമകളും. ഇപ്പൊ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് റിലീസാവും. പാതിരാത്രി എന്നാണ് സിനിമയുടെ പേര്. ഞാനും സൗബിൻ ഷാഹിറുമാണ്. എല്ലാവരും സിബി സാറിന് ഒരു 40 ഇയേഴ്സിന്റെ ലെഗസി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയേക്കുവാണ്. അപ്പൊ സാറിന് സിബി സാറിനെ ഓർക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിബിയെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ മദ്രാസിൽ ഞാൻ പട്ടാളമൊക്കെ വിട്ടു വന്നതിന് ശേഷം 12 ടവേഴ്സിൽ അവിടെ പ്രിയേട്ടൻ താമസിച്ചത് സിബി അവിടെ തന്നെയാണ്. അന്ന് കാലത്ത് നടക്കാൻ പോകുന്നൊരു സിബി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോരോ സിനിമകളും ഞാൻ കാണുന്ന സമയത്താണ് ഈ മനുഷ്യൻ എത്ര വലിയൊരു ക്രാഫ്റ്റ്മാൻ ആണെന്ന്. എന്നാലോ സൈലൻസ്, നമ്മളൊക്കെ വയലന്റ് ആണ്, കൊച്ചി മോളൊക്കെ ഉണ്ടാകും. പക്ഷെ സിബിയെ പോലെ ഇത്രയും കൂടായിട്ട്, ആ കൂടായിട്ടുള്ള മനുഷ്യൻ കിരീടവും ചെയ്തിട്ടുണ്ട്, സതയവും ചെയ്തിട്ടുണ്ട്, അപ്പുറത്തെ കമലദളവും ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ വെറൈറ്റീസ് ചെയ്തിട്ടുള്ള ഒരു സിബി. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു യാർഡ് സ്റ്റിക്ക് തന്നെയാണ് സിബി മലയിൽ എന്ന് പറയുന്ന വ്യക്തി. ഞങ്ങൾ നല്ല പരിചയമുണ്ടെങ്കിലും എപ്പോഴും ടച്ചിലില്ലെങ്കിലും കാണുന്ന സമയത്ത് ഞാൻ ആ സ്നേഹവും ആദരവും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം സിബി ഒരിക്കലും മിലിറ്ററി പടങ്ങൾ എടുത്തിട്ടില്ല, പിന്നെ എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ബട്ട് ഐ അഡ്മയർ ഹിം ആസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഡയറക്ടർ എന്നുള്ള രീതി. അത് വെറൈറ്റീസ് ഓഫ് ഫിലിംസ് ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. സോ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഞാനതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ഐ എം വെരി ഹാപ്പി ബിക്കോസ് കഴിഞ്ഞ 2 വർഷമായിട്ടും ഇതുവരെയും എനിക്ക് നല്ല വാക്കുകൾ മാത്രമാണ് ജനങ്ങളിൽ നിന്ന്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ബ്രാൻഡ് അംബാസിഡറായിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ചീത്തപ്പേര് നമുക്കായിരിക്കും. അപ്പൊ എപ്പോഴും ഇതായിരിക്കും നമ്മൾ നോക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ അവിടെ പോയിട്ടുള്ളവരും അവരും ഹാപ്പിയാണ്. ഒരു ഫൈനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസിയും ഈ സ്ഥാപനം നടത്തിയിട്ടില്ല. കുട്ടികൾക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ഐ എം ഹാപ്പി ടു കണ്ടിന്യൂ അസോസിയേറ്റിംഗ് വിത്ത് ദം. ഗ്ലോബൽ ദ ഗ്രേറ്റ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള സിബി മലയിൽ സാറിന് പറയുന്നത് ആദ്യം വരുന്ന ഒരു ഹാപ്പിനെസ് ആക്ച്വലി എന്താണ്? ഒന്നാമത്തെ കാര്യം, സിബി ചേട്ടൻ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല പടങ്ങൾ, സെന്റിമെന്റ്സിന് കൂടുതൽ മുഖ്യത്വം കൊടുത്തിട്ടുള്ള കുറേ നല്ല ഫിലിംസ്, ലാലേട്ടന്, പിന്നെ മമ്മൂക്കയുടെ ഒക്കെ കുറേ നല്ല ഫിലിംസ്, സുരേഷ് ഗോപിക്ക്, ദിലീപിനൊക്കെ ഒരുപാട് നല്ല നല്ല സെന്റിമെന്റ്സ്, ഫാമിലി വാല്യൂസ് കൊടുത്തിട്ടുള്ള പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ. പിന്നെ അദ്ദേഹത്തിന്റെ 2ാമത്തെ ഫിലിം ഞാനായിരുന്നു ഹീറോയിൻ. ചേക്കേറാൻ്റെ ഒരു ചില ഗുരുവരായിരുന്നു ഷൂട്ടിങ്. പിന്നെ എഴുതാപ്പുറങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. എഴുതാപ്പുറങ്ങൾ ആക്ച്വലി 3 പേരാണ്.
അതിലെ മെയിൻ 3 ക്യാരക്ടറിൽ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഡേറ്റ്സ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ഡേറ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഈ ക്യാരക്ടറിന് ഇത്ര ഡേറ്റ് വേണം, ഈ ക്യാരക്ടറിന് ഇത്ര ഡേറ്റ് വേണം, ഈ ക്യാരക്ടറിന് ഇത്ര. അപ്പോൾ ആ സമയത്ത് ഞാൻ തമിഴും കന്നഡയൊക്കെ ബിസിയായിട്ട് നിൽക്കുന്ന സമയം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര ബിസിയാണല്ലോ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ റോള് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ചേട്ടൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. തനിയാവർത്തനം കണ്ടിട്ട് അദ്ദേഹത്തിന് ഞാൻ വെറുത്തു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലൈമാക്സില് കൊന്നപ്പോ സത്യത്തെ നമുക്കറിയാം അദ്ദേഹം സംവിധായകനാണ്, ഇത് വെറും അഭിനയമാണ്, എല്ലാം അറിയാം. പക്ഷെ എങ്കിലും തനിയാവർത്തനം കണ്ടിട്ട് ഒരു സംവിധായകനെ വെറുക്കുന്നത് ആദ്യമായിട്ടാണ്. വല്ലാത്തൊരു ഫീല് വന്നു. നല്ല നല്ല കുറെ പടങ്ങള് അദ്ദേഹത്തിന്റെ ഈ 40 വർഷത്തിന്റെ ഇതില് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ പുള്ളി സംസാരിക്കുന്നത്, അതായത് ഞങ്ങൾ എഴുതാപ്പുറങ്ങൾ ഷൂട്ട് സമയത്ത് ഞാൻ ഹാസിനെയൊക്കെ ഇരുന്ന് പറയും, പാർവതി സംസാരിക്കുന്നതേ കാതിൽ കേൾക്കില്ല, അവിടെ ലിപ്പ് മൂവ്മെന്റ് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം അതിനേക്കാളും അയ്യോ വല്ലതും പറഞ്ഞോ, അവരെതാ സൊന്നാരാ, ഈ സിരിക്ക മാട്ടിണ്ടാറ്, ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. അത്ര ഒരു കാമൻ ക്വയറ്റ് ഒരു ഡയറക്ടർ. അപ്പൊ പുള്ളിയുടെ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് 2 പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഹാപ്പി മൊമെന്റ്. പക്ഷെ ഒരു 3-4 വലിയ വലിയ ഭയങ്കര സക്സസ് ആയ പടങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൽ വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ മറ്റുള്ള താരങ്ങൾ ചെയ്തു, അവർ ഹിറ്റാക്കി, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഞാൻ സിബിച്ചേട്ടൻ വിളിച്ച പടങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ മോർ ദാൻ 6 ഫിലിംസ് ഞാൻ ചെയ്തില്ല. ഇനിയും സംഭവിക്കട്ടെ. അതെ, സംഭവിക്കട്ടെ. എല്ലാരെ പോലെയും ചേച്ചി ഭയങ്കര സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 40 വർഷത്തെ സിബി സാറിന്റെ ലെഗസി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ചേച്ചിക്ക് സിബി സാറിനെ ഓർക്കുമ്പോൾ ഒരു ഹാപ്പി മൊമെന്റ് എന്താണ്? സിബി സാർ എപ്പോഴും ഹാപ്പി മൊമെന്റിൽ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ സ്റ്റുഡിയോയിലൊന്നും ആരോടും ദേഷ്യപ്പെടുവോ ഒച്ച വയ്ക്കുകയോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും സ്ഥായിയായ ഒരു ഭാവമുണ്ട്. ഒന്നും അമിതമായി ദേഷ്യവും അമിതമായി കാണിക്കില്ല, സന്തോഷവും അമിതമായി കാണിക്കാറില്ല. പൊട്ടിച്ചിരിക്കുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് വളരെ ശാന്തഭാവമാണ്. ഞാനെപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സിബിച്ചായന് ദേഷ്യം വരൂലേ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയൊന്നുമില്ല, എന്തപ്പോ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം സിനിമ, സോൾട്ട് മാംഗോ ട്രീ, ആ സിനിമ മുതലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് സിബിച്ചായൻ എനിക്ക് തോന്നുന്നു 2ാമത്തെ സിനിമയാണ്. അവിടെ മുതൽ പിന്നെ ഞാൻ അടുപ്പിച്ച് കുറേ അധികം ഞാൻ ദേവദൂതൻ, ജയപ്രദയുടെ വോയിസ്, പിന്നെ എഴുതാപ്പുറങ്ങൾ, അംബികയുടെ വോയിസ്, ശോഭനയുടെ സിന്ദൂരരേഖ, ശോഭനയുടെ, അങ്ങനെ സിബിച്ചാന്റെ വളരെ നല്ല 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 ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ചേച്ചി ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിലും. ആൻഡ് ഐ ഹോപ്പ് ചേച്ചിയുടെ മുഖത്തും കാണാനുണ്ട് സിബിച്ചായന്റെ സിബിച്ചായനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഹാപ്പിനെസ് കാണാനുണ്ട്. താങ്ക് യു സോ മച്ച്. അല്ല, സിബി സാറിന്റെ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ആ സൗമ്യമായ മുഖം കാണുമ്പോൾ തന്നെ നമ്മളിപ്പോ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെന്നാലും ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് പകുതിയല്ല മുഴുവൻ പേടി അങ്ങ് മാറും. ഇപ്പൊ ദേവദൂതനിലെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കഥാപാത്രമാണ്. അപ്പൊ വളരെ സൗമ്യതയോടുകൂടി ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒരു തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സമാധാനം, ഇപ്പൊ ലാലേട്ടനാണ് കൂടെ നിൽക്കുന്നത്, അപ്പൊ അതിനൊക്കെ സമാധാനപ്പെടുത്തി അങ്ങനെയുള്ളൊരു സൗമ്യനായ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, അത് മലയാളത്തിന്റെ ഭാഗ്യമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അതാണ് എനിക്ക് സിബി സാറിനെ കുറിച്ച് പറയാനുള്ളത്. അഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു സിബി സാറുമായി ബന്ധപ്പെട്ട ഒരു ഹാപ്പി മെമ്മറി, ഹാപ്പി മൊമെന്റ് എന്തായിരിക്കും? ആസ് എ ലെജൻഡ് സിബി സാറിൻ്റെ സിനിമകൾ എന്നെ ഭയങ്കരമായി ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈ ഒരു ഡയറക്ടറിനെ പലപ്പോഴും കാണാൻ പറ്റാറില്ല. നമ്മൾ ആദ്യകാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയോ ഗിമ്മിക്സുകളാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയുടെ ഒഴുക്കിലൊക്കെ പോകുമ്പോൾ സംവിധായകനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ആ പരിപാടി എന്താണെന്ന് മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ സിബി സാർ എന്നും അങ്ങനെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ ഈ മാക്ടിയുടെയൊക്കെ പരിപാടികൾക്കാണ് ആദ്യമായിട്ട് സിബി, അല്ലെങ്കിൽ ഫെഫ്കയുടെ പരിപാടികൾക്കാണ് സിബി സാറോട് ആദ്യമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ സിബി സാർ ആദ്യമായിട്ട് എൻ്റെ പേര് തിരിച്ചറിയുന്നു, അവിടെ നോക്കിക്കോളൂ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് സിബി സാർ എന്നെ തിരിച്ചറിയുന്നല്ലോ എന്ന് പറയുന്ന പ്ലഷർ മൊമെൻറ്റ്സ്. അത് തന്നെയാണ് ആദ്യത്തെ സാധനം. പിന്നീട് ഒരുപാട് 1-2 അവസരങ്ങളൊക്കെ നന്നായി ഇരിക്കാനൊക്കെ ഉള്ള സമയം കിട്ടി. ഫെഫ്ക വഴിയാണ് കൂടുതലും ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നും സാറിൻ്റെ സിനിമകൾ ഇനിയും സാർ എപ്പോഴും ന്യൂ ജനറേഷനായി വരാറുമുണ്ട്. അപൂർവരാഗമൊക്കെ പോലുള്ള ഏറ്റവും ന്യൂ ജനറേഷനായ സിനിമകൾ സമയോചിതമായി സാറിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും സാറിൽ നിന്ന് ഗംഭീര സിനിമകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചേട്ടാ.